ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നമിത എഴുതിയിരിക്കുന്ന മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് നമിത, യഥാർത്ഥ പേരല്ല. 27 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 മാസമായി. ഇത് 2ാം വിവാഹമാണ് കേട്ടോ. എൻ്റെ ആദ്യ വിവാഹം കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. പക്ഷെ അതിന് 2 ആഴ്ചയുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 പെൺമക്കളാണ്. പക്ഷേ എൻ്റെ ചേച്ചി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാളുമായി ഇഷ്ടത്തിലായി, അതും അന്യമതസ്ഥനായ ഒരാൾ. എത്ര പറഞ്ഞിട്ടും കേട്ടില്ല. അവസാനം അവൾ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കുകയാണ്. പക്ഷേ നല്ല നിലയിലാണ് ജീവിക്കുന്നതെങ്കിലും എൻ്റെ വീട്ടുകാർ അവളെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. എൻ്റെ കല്യാണം അതുകൊണ്ട് ആർഭാടമായിട്ട് നടത്തണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ PG കഴിഞ്ഞപ്പോഴേ അവരെനിക്ക് വിവാഹാലോചനകൾ കൊണ്ടുവന്ന് തുടങ്ങി. എനിക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ടും എൻ്റെ വിവാഹം അവർ നിശ്ചയിച്ചു മാഡം. അതിന് കാരണം വലിയ ബിസിനസ് ഫാമിലുള്ളൊരു ചെക്കനാണ്. ചെക്കന് എന്തൊക്കെയോ കൂടുതലുണ്ട് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. എന്തായാലും വലിയ രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ നടത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. വലിയ വീടല്ലേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനും പുറത്തു ഒരു സ്വർഗത്തിലാണ് ചെന്നേന്ന്. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴേ രാത്രിയായപ്പോൾ അയാളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നപ്പോൾ തന്നെ അയാൾ ശബ്ദമുണ്ടാക്കുകയും എന്നെ ഉപദ്രവിക്കാൻ വരികയൊക്കെ ചെയ്തു. അവർ എത്ര സമാധാനം പറഞ്ഞിട്ടും എനിക്ക് മനസ്സിലായി ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന്. അവസാനം എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ പല മനുഷ്യരും അങ്ങനെയാണ്, അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നിന് വന്നു. വിരുന്നിന് വന്നപ്പോൾ നോർമലായിട്ടാണ് പെരുമാറിയത്. പക്ഷേ എൻ്റെ അച്ഛൻ എന്തോ പറഞ്ഞു. അത് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ തന്നെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായി. അങ്ങനെയാണ് ആ വിവാഹബന്ധം വേർപെട്ടത്. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. ഒന്നും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല. പക്ഷേ ഒരു ദിവസം എൻ്റെ അപ്പച്ചി വന്നിട്ട് എന്നോട് ചോദിച്ചു, എടി എന്തായാലും കുറച്ച് ദിവസം അവനോട് നിന്നല്ലേ, എന്തെങ്കിലുമൊക്കെ നടന്നു കാണില്ലേന്ന്. ഒന്നും നടന്നില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അപ്പച്ചി പറഞ്ഞു, ആ നടന്നാലും നടന്നില്ലെങ്കിലും ആരും ഒന്നും വിശ്വസിക്കില്ല. നിനക്ക് ഇനി വരാൻ പോകുന്നത് 2ാം കെട്ടുകാരനോ അല്ലെങ്കിൽ ഭാര്യ മരിച്ചു പോയ ആരെങ്കിലും ആയിരിക്കും. ഫ്രഷായിട്ട് നിന്നെ ഇനി കെട്ടാൻ ആരും വരില്ല. നീ ഒന്ന് കെട്ടിയതല്ലേ. ഇനിയിപ്പോൾ എന്തൊക്കെ നടന്നെന്ന് പറഞ്ഞാലും എല്ലാം നടന്നു വന്നേ ആളുകൾ വിചാരിക്കൂ. അല്ലാതെ നീ കന്നി പെണ്ണാണെന്ന് ആരും വിചാരിക്കില്ല മോളെ എന്നൊക്കെ പറഞ്ഞു. അവർക്കല്ലെങ്കിലും ഇത്തിരി ചൊറിച്ചിലും കുത്തലും കൂടുതലാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു, ഞാൻ നീ കല്യാണം കഴിക്കില്ലെന്ന്. എന്നാലും നീ കല്യാണം കഴിക്കണം. ഏതെങ്കിലുമൊക്കെ ആണുങ്ങൾ കാണുമല്ലോ. പിന്നെ കുട്ടികളുള്ള ആണുങ്ങളെ കല്യാണം കഴിച്ചാൽ എളുപ്പമാണ്, പ്രസവിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ കുത്തുവാക്കൾ പറഞ്ഞു. മാഡം, എനിക്കതൊക്കെ വലിയ വിഷമമായിരുന്നു. അങ്ങനെ നിന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് കല്യാണം കഴിച്ചവരെ വേണ്ടേ വേണ്ട, ഭാര്യ മരിച്ചു പോയവരെ വേണ്ട, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ കുറേ ആലോചനകൾ പോയി അവസാനം എന്നെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഇതുവരെയും കല്യാണം കഴിക്കാത്ത ഒരാൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചത്. കല്യാണത്തിന് മുമ്പേ അദ്ദേഹത്തോട് ഞാൻ കുറേയധികം സംസാരിച്ച് നോക്കി. അപ്പോഴൊക്കെ പുള്ളി പറഞ്ഞു, എനിക്കതൊന്നും പ്രശ്നമല്ല, പെണ്ണുങ്ങളുടെ ഇത്തരം കാര്യങ്ങളൊന്നുമല്ല ഞാൻ നോക്കുന്നത്, എൻ്റെ ഐഡിയോളജിയുമായിട്ട് ചേർന്ന് പോകുമോ അത് മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഒത്തിരി യാത്ര ചെയ്യാനും എൻ്റെ ആൺ സുഹൃത്തുക്കളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും ആഗ്രഹിക്കുന്ന ആളാണ്. വിവാഹം കഴിഞ്ഞാലും ഞാനതൊന്നും നിർത്തുകയില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് അടുത്ത് 2 സുഹൃത്തുക്കളുണ്ട്. അവർ എൻ്റെ ചങ്ക് ബ്രോസാണ്. അവർ എപ്പോഴും എൻ്റെ കൂടെ കാണും. വീട്ടിൽ അമ്മയും ഞാനും മാത്രമാണ് കുറേ കാലമായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ അവിടെ ഒന്ന് താമസിക്കാറുണ്ട്. ഈ 2 പേരുമാണ് കൂടുതൽ താമസിക്കുന്നത്. ഇനിയും അവർ തുടർന്നും അവിടെ ഒന്ന് താമസിക്കും കേട്ടോ. അതിലൊന്നും നീ അലോസരം ഭാവിക്കരുത്. ഭർത്താവിനെ കെട്ടിപ്പൂട്ടി വയ്ക്കുന്ന ഒരു വൈഫായി മാറിയില്ലെങ്കിൽ ഞാൻ നിൻ്റെ കഥകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരിക്കലും പറഞ്ഞ് വിഷമിപ്പിക്കില്ല. എൻ്റെ കൂടെ നല്ല സപ്പോർട്ടായിട്ട് നിന്നാൽ മതി. നമുക്ക് ജോലിയായിട്ട് മുന്നോട്ട് പോകാം. പിള്ളേരെ പെറുങ്ങണികൾ ഇതൊന്നും നമുക്ക് ഇപ്പോഴേ വേണ്ട, മാക്സിമം എൻജോയ് എന്നൊക്കെ പറഞ്ഞു. മാഡം, ഞാൻ ഓർത്തു, കാണാൻ നല്ല സൗന്ദര്യമുള്ള പൗരുഷമുള്ളൊരുത്തൻ അങ്ങേര് ഇങ്ങനെ സ്വന്തമായി നടക്കുന്നു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കണക്കിന് വീട്ടിൽ തന്നെ കെട്ടിപ്പൂട്ടിയിട്ടിട്ട് എന്ത് കാര്യമാണ്? അങ്ങനെ ആഗ്രഹിച്ച് ആദ്യ ജീവിതത്തിന് പോയി. അവിടെ എന്താണ് നടന്നത്? എന്തെങ്കിലും ഉണ്ടായോ? ഒന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. അതങ്ങ് അംഗീകരിച്ചു കൊടുക്കാമെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ ഇഷ്ടങ്ങൾ അദ്ദേഹം അംഗീകരിച്ചു തന്നാൽ മതി, പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അത്രയും തുറന്ന് പറയുന്ന ഒരാളെ വെറുതെ വിടുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് കല്യാണത്തിന് സമ്മതിച്ചത്.
കല്യാണം പഴയതുപോലെ ആർഭാടമായിട്ടൊന്നും ആയിരുന്നില്ല. ഒരു രജിസ്റ്റർ വിവാഹം എങ്കിലും ഞങ്ങളുടെ അടുത്ത വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു റിസപ്ഷന്. അങ്ങനെ ശുഭകരമായ ഒരു കല്യാണ ജീവിതത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു മാഡം. അത് എനിക്ക് തെറ്റിയില്ല. എൻ്റെ സെലക്ഷൻ ഓക്കെ ആണെന്ന് എനിക്ക് ആദ്യ ദിവസം തന്നെ മനസ്സിലായി. അദ്ദേഹം പറഞ്ഞത് എന്നോട് എന്താണെന്ന് അറിയാമോ? നീ ഇതുവരെ ഒന്നും അനുഭവിച്ചറിഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒന്ന് രണ്ട് സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട്. വിവാഹത്തിന് മുമ്പാണ്, അതും കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ 2 പെണ്ണുങ്ങളെ പ്രേമിച്ചിരുന്നു. ആ 2 പെണ്ണുങ്ങളുമായിട്ടും എനിക്ക് എല്ലാത്തരം ബന്ധങ്ങളും ഉണ്ടായിരുന്നെന്ന് നിന്നോട് മുൻപേ ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ്. അത് കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് യാതൊരു ബന്ധങ്ങളുമില്ല. ഞാനും എൻ്റെ സുഹൃത്തുക്കളും മാത്രം, സൗഹൃദ ബന്ധം മാത്രമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് വിവാഹം കഴിക്കണമെന്ന് പോലും ഞാൻ ആലോചിച്ചില്ല. ആ 2 സ്ത്രീകളെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ 2 പേരും തക്ക സമയം വന്നു കഴിഞ്ഞപ്പോഴേക്കും പല കാലഘട്ടങ്ങളായി കാലുമാറുകയായിരുന്നു. അല്ലാതെ ഞാൻ അവരെ ചതിച്ചതല്ല. ഞാൻ ചോദിച്ചു, ആദ്യ രാത്രി തന്നെ ഇതൊക്കെ എന്തിനാ എന്നോട് പറഞ്ഞത്? നേരത്തെ പറഞ്ഞ വിഷയമല്ലേ എന്ന്. അല്ല, നിന്നോട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് ഒന്നും അറിയില്ല, എനിക്ക് പക്ഷേ എല്ലാം അറിയാം. നീ ഇപ്പോൾ എന്നെക്കുറിച്ച് മനസ്സിലെന്താ വിചാരിക്കുന്നത് എനിക്കറിയില്ല. നമ്മൾ തമ്മിലുള്ള ആഹ്ലാദ നിമിഷങ്ങളിൽ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. നമ്മൾ 2 പേരും മാത്രമാണ് ഇനി ജീവിക്കുന്നതെന്ന് ആലോചിക്കുക. എന്നിട്ട് എല്ലാം നന്നായിട്ട് ആസ്വദിക്കുക. പേടിയും ഭയം ഉണ്ടെങ്കിലേ മോളെ ഇത്തിരി പ്രയാസമായിരിക്കും എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം താഴ്വാരം മൺപൂവേ തീക്കായും പെൺപൂവേ എന്ന് പാടിക്കൊണ്ട് അദ്ദേഹം താഴ്വാരത്തിൽ പൂന്നുള്ളാൻ പോയി. സത്യമായും ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ച ഒരു മുഹൂർത്തമാണത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കാത്തിരുന്ന മുഹൂർത്തം. പക്ഷേ ഞാൻ പ്രതീക്ഷയേക്കാൾ ഇരട്ടിയായിട്ടാണ് എനിക്ക് ആ മുഹൂർത്തത്തിൻ്റെ ഫലം അനുഭവിച്ച് കിട്ടിയത്. അത് ഭർത്താവിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണെന്ന് പിന്നീട് ഞാൻ കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആലോചിച്ചപ്പോൾ മനസ്സിലായി. ആദ്യ ദിവസം തന്നെ എന്നെ വളരെ സ്മൂത്തായി സ്വർഗത്തിലേക്ക് നയിക്കണമെങ്കിൽ അദ്ദേഹം ഒരു പരമമിടുക്കനല്ലേ. എന്നോട് വലിയ ഇഷ്ടമാണ് പുള്ളി കാണിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും എനിക്ക് ഇത്തിരി അസ്വസ്ഥയുള്ള കാലഘട്ടത്തിലും ഞാൻ അദ്ദേഹത്തോട് പരമാവധി സഹകരിച്ചു. അതല്ലേ മാഡം ഒരു സ്ത്രീയുടെ ഏറ്റവും നല്ല ഭർതൃപൂജ. ആ പൂജകൾ ഏറ്റുവാങ്ങാൻ ഞാൻ സദാ തയ്യാറായിരുന്നു. എനിക്കും കാര്യങ്ങൾ ഇച്ഛ പിടിച്ചു. പണ്ട് മനസ്സിലുള്ളതിനേക്കാൾ ആവേശം എനിക്കിപ്പോൾ കൂടുതലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയി. പക്ഷേ ചില ദിവസങ്ങളിൽ ഭർത്താവ് രാത്രി 1 മണിയൊക്കെ ആയിട്ടേ വരികയുള്ളൂ. കുടിക്കുകയൊന്നുമില്ല, കറങ്ങി നടക്കുകയാണ് വെറുതെ ഫ്രണ്ട്സിൻ്റെ കൂടെ. എന്തായാലും കല്യാണം കഴിഞ്ഞ് 2 മാസത്തേക്ക് ഫ്രണ്ട്സൊന്നും ഇങ്ങനെ രാത്രി താമസിക്കാൻ വരില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും 2 കൂട്ടുകാരെന്ന് പറഞ്ഞില്ലേ, ഏറ്റവും അടുത്ത 2 കൂട്ടുകാരും ആ 2 പേരും ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മായിമ്മയ്ക്കും അവരോട് 2 പേരോടും ഭയങ്കര വാത്സല്യമാണ്. അവന്മാർ ഇവിടെ താമസിക്കാൻ എന്താ വരാത്തതെന്ന് എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ എൻ്റെ ഭർത്താവിനോട് അമ്മായിമ്മ ചോദിക്കും. പാവം പിള്ളേരാ, കുഴപ്പമൊന്നുമില്ല, അവനെ ചെറുപ്പകാലം മുതൽ അറിയാവുന്നതാണ് എന്നൊക്കെ പറയും. എന്തായാലും പിന്നീട് അവർ 2 പേരും ആ വീട്ടിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് നിൽക്കാൻ തുടങ്ങി മാഡം. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചില്ലേ അത്താഴം കഴിക്കുന്നത്. അത് നല്ല രസമാണ്. പതുക്കെ പതുക്കെ എനിക്കും അവരോടുള്ള അപരിചിതത്വം അങ്ങ് മാറിക്കിട്ടി. ഞങ്ങളെല്ലാവരും സാന്ദ്രത്തോടുകൂടി സംസാരിക്കാൻ തുടങ്ങി. ആ 2 യുവാക്കളും കല്യാണമൊന്നും കഴിച്ചതല്ല. പക്ഷേ അവർക്ക് 2 പേർക്കും ചില സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് പോലും. അതും കല്യാണം കഴിഞ്ഞ മറ്റ് സ്ത്രീകളാണ്. അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മനസ്സിലായി. ഒരു ദിവസം ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു, നിങ്ങളെല്ലാവരും ഭയങ്കര കൂട്ടാണ്, ഗ്യാങ്ങായിട്ട് പല സ്ഥലത്തും പോകാറുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ മദ്യപിക്കുന്നുമില്ല. അപ്പോൾ പിന്നെ എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്താ നിങ്ങളുടെ ട്രിപ്പിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് എന്നെ സൂക്ഷിച്ചു നോക്കി. നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അല്ല സാധാരണ ആണുങ്ങളെല്ലാം കൂടി ചേർന്ന് നിന്ന് ഞാൻ ഭയങ്കര കുടിയും വലിയൊക്കെയല്ലേ, ഇത് നിങ്ങൾക്കാർക്കും അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ പക്ഷേ കൂട്ടിച്ചേർന്ന് എവിടേക്കോ പോകുന്നുണ്ട്. ഇപ്പോൾ അവർ 2 പേരും ഏതോ പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു. കല്യാണം കഴിച്ചവരുമല്ല, പക്ഷേ അതൊക്കെ അന്യൻ്റെ ഭാര്യമാരുമായിട്ടുമാണ്. അപ്പോൾ എന്താണ് നടക്കുന്നത്? ശരിക്കും നിങ്ങളുടെ കൂട്ടായ്മയിൽ എന്താ മനുഷ്യ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, നിനക്ക് അറിഞ്ഞേ പറ്റുകയുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു, അറിഞ്ഞാൽ കൊള്ളാം, ഞെട്ടിപ്പിക്കുന്ന കാര്യം വലുതാണെങ്കിലുണ്ടല്ലോ ഞാൻ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, കട്ട് ചെയ്താലും കട്ട് ചെയ്തില്ലെങ്കിലും നിനക്ക് സത്യം അറിയണോ വേണ്ടയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സത്യം അറിയണമെന്ന്. സത്യം പറഞ്ഞാൽ നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന് സത്യം ചെയ്യാമെങ്കിൽ മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ഇത് കഴിയുമ്പോൾ ഏതെങ്കിലും രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ തമ്മിൽ പിരിയുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വെപ്രാളമായി. എന്തായിരിക്കും ആ സത്യം? എന്നാലും അതറിയാതിരിക്കാൻ പറ്റുമോ മാഡം? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അങ്ങനെ വാക്ക് കൊടുത്തപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു,
അവർ ഒരു 10-25 പേരുണ്ട്. മിക്കവാറും ഒരു 7-8 പേര് ചേർന്നിട്ടായിരിക്കും ഓരോ ട്രിപ്പ് പോവുക. അത് വല്ല ഹിൽ സ്റ്റേഷനോ ഫോറസ്റ്റോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. അത് ഒരു പേരിന് മാത്രമാണ്. പക്ഷേ അവരുടെ കൂടെ സോഷ്യൽ മീഡിയയിൽ നിന്നും ഏതെങ്കിലും 2-3 പെൺകുട്ടികളും കാണും, ഇല്ലെങ്കിൽ ഒരാളെങ്കിലും കാണും. അത് മിക്കവാറും മറ്റൊരാളുടെ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ വീട്ടുകാരറിയാതെ വന്ന ഒരു പെൺകുട്ടിയുമായിരിക്കാം. പക്ഷേ ഇതൊന്നും പ്രേമം കൊണ്ട് വരുന്നതല്ല. അവർക്കെല്ലാം വേണ്ടത് ഗ്രൂപ്പായിട്ടുള്ള ചില എൻ്റർടൈൻമെൻറ്റുകളാണ്. അതായത് ഈ വരുന്ന പെൺകുട്ടികൾ 8 പേരുമായിട്ടും വളരെയധികം ക്ലോസ്ഡ് ആയിരിക്കും. ഇവർ പോകുന്ന സ്ഥലത്ത് അവർ കാഴ്ചവെക്കുന്നത് ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസാണ്. അല്ലാതെ ആർക്കും ആരോടും പ്രേമമൊന്നുമില്ല. വെറൈറ്റി താല്പര്യമുള്ള പെണ്ണുങ്ങളാണ് വരുന്നത്. ദൈവമേ, 7-8 പേരുള്ള ആണുങ്ങളുടെ കൂട്ടത്തിൽ 1-2 പെണ്ണുങ്ങൾ വന്നിട്ട് ഈ 7-8 പേരുമായിട്ട് അവർക്ക് സമ്പർക്കമോ? എന്താ ഇത്? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അതങ്ങനെയാണ്. ചിലപ്പോൾ ഒരു ഒഴിഞ്ഞ കോണിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് വീടൊക്കെ വാടകയ്ക്കെടുത്ത് അവിടെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് അവിടെ കൺമുന്നിൽ വെച്ച് എല്ലാവരും കൂടി ഗ്രൂപ്പായി പല ആക്ടിവിറ്റീസിൽ ഏർപ്പെടും. അതാണ് ഒരു രസം. അതൊക്കെ സഹിക്കാനും അത്രയും സ്റ്റാമിനയുമുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് കൂടിയ പെണ്ണുങ്ങൾ മാത്രമേ ഞങ്ങളിവിടെ വരാറുള്ളൂ. അവർക്കാർക്കും പരാതിയുമില്ല. 8 അല്ല 8,000 ആണെങ്കിലും അവർ മാനേജ് ചെയ്യും, ഞങ്ങൾ മാനേജ് ചെയ്യും. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശരിക്കും ഞെട്ടി. എന്നാലും നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ചതിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ഇങ്ങനൊരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എല്ലാം അങ്ങ് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം നടക്കില്ലല്ലോ. പിന്നെ നിൻ്റെ കല്യാണം ഓൾറെഡി ഒന്ന് കഴിഞ്ഞതാണ്. നീ ആകുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഒന്ന് കൂട്ടു നിൽക്കും, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറായത്. ഇനിയിപ്പം നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ നിനക്ക് വേണമെങ്കിൽ വിവാഹബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാം, അല്ലെങ്കിൽ നിനക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാം, അല്ലെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ ഈ വീട്ടിൽ ജീവിച്ചു പോകാം. എന്ത് വേണമെന്ന് നീ തീരുമാനിക്ക് എന്ന് ഹസ്ബൻഡ് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സത്യം ചെയ്തല്ലേ മാഡം, എന്ത് ചെയ്യാനാണ്? കേട്ട് അന്ന് രാത്രി ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സമ്മതിച്ചില്ല. വേണ്ട, എന്ന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ ഞാൻ ഓടിച്ചു വിട്ടു. എൻ്റെ പ്രതിഷേധം അത് മാത്രമേ ഉള്ളൂ. ഞാൻ ഓർത്തു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇയാൾ കടൽ പോലെയാണ്, എവിടെയും എരിച്ചു തള്ളി കയറിപ്പോകും. ഇതിപ്പം 1, 2, 3, 4 വല്ലോ ആണോ കഥകൾ പറയാൻ? അല്ല, വർഷങ്ങളായിട്ട് ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും ഇദ്ദേഹവുമെല്ലാം. അങ്ങനെ എത്രയോ പെണ്ണുങ്ങൾ വന്നിട്ട് പോകുന്നു. ഇതിനിടയ്ക്ക് ഞാനിനി ഒരു പെണ്ണിനെയും കാണരുത് എന്ന് പറഞ്ഞിട്ടൊരു പ്രയോജനമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പിന്നെയും കോഞ്ഞാട്ടയാകും. ഇനിയിപ്പം എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ക്യാരക്ടർ സഹിക്കണോ, കൂടെ കൂടണോ, അതോ വീട്ടിൽ തനിയെ ഇരിക്കണോ, അതോ എൻ്റെ വീട്ടിൽ പോകണോ എന്നൊന്നും എനിക്കറിയില്ല മാഡം. അവസാനം ഞാൻ തീരുമാനത്തിലെത്തി. ഭർത്താവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഞാൻ പറഞ്ഞു, എൻ്റെ കൺമുന്നിൽ ഒന്നും വേണ്ട, നിങ്ങൾ പോയിട്ട് വന്നിട്ട് എന്നോട് ഈ കഥകളൊന്നും പറയുകയും ചെയ്യരുത്. അത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കാര്യം. നിങ്ങൾ പുറത്തു പോകുമ്പോൾ ഗ്രൂപ്പോ 2, 3 എന്തെങ്കിലും കാണിച്ചു എന്ന് പറഞ്ഞ് ഞാനതിനെ ലഘൂകരിച്ചു. അതേ പറ്റുള്ളൂ മാഡം. കാര്യം, എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ ഈ ജീവിതം മുന്നോട്ട് പോകില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ എന്നോട് വളരെ സന്തോഷത്തോടെയാണ് പെരുമാറിയത്. എന്തായാലും എൻ്റെ മനസ്സ് നീ മനസ്സിലാക്കിയല്ലോ. എനിക്ക് ആ ഗ്രൂപ്പിലെ ആക്ടിവിറ്റീസ് ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല. അതിനാണ് ഞാൻ അഡിക്റ്റ്. അല്ലാതെ മദ്യത്തിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും അഡിക്റ്റ് അല്ല. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനാണ് എനിക്ക് ഇഷ്ടം. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ സുന്ദരിയ ഒരു പെണ്ണ് എൻ്റെ അടുത്ത് വരികയാണെന്ന് വെച്ചു, എനിക്കൊരിക്കലും ഞാൻ തനിയുണ്ടെങ്കിൽ അവളോട് യാതൊരു താല്പര്യം തോന്നില്ല. എനിക്ക് എൻ്റെ അടുത്ത സോണിലുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ആക്ടിവിറ്റീസിന് താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, വിചിത്രനാണ് എൻ്റെ ഭർത്താവ്. വളരെ വിചിത്രമായ സ്വഭാവമുള്ള ആൾ. അങ്ങേരുടെ സോണിൽ എന്തെങ്കിലും കാണിച്ചോട്ടെ, എനിക്കിവിടെ സ്നേഹം മാത്രം കിട്ടിയാൽ മതി എന്നായിരുന്നു എൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ആ കാര്യങ്ങളോ പോകുന്നതോ വരുന്നതോ ഒന്നും ഞാൻ ചോദിക്കാറില്ല മാഡം. ഈ സുഹൃത്തുക്കളുമായി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവരുടെ റൂമിൽ പോയിരുന്ന് എന്തൊക്കെയോ ചാറ്റോ വീഡിയോ കോളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ എന്തൊക്കെ ആപ്പുകൾ അതാണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ നടത്തും. ഞാൻ ആ ഭാഗത്തേക്ക് പോകാറില്ല. എൻ്റെ മുറിയിൽ സ്വസ്ഥമായിട്ടിരിക്കും. കഴിക്കുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറയും. അവന്മാരുടെ കഥയും പറയും. ഞാനും അത് കേൾക്കും, ചിരിക്കും, പോരും. പക്ക അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എൻ്റെയും ഭർത്താവിൻ്റെ ജീവിതം. അവർ അവരുടെ സോണിൽ, എൻ്റെ സോണിൽ വരുമ്പോൾ ഭർത്താവിനോട് സ്നേഹത്തോടെ തന്നെ പെരുമാറും. അതുമാത്രമല്ല, ഞാൻ എന്ത് ചോദിച്ചാലും അദ്ദേഹം എനിക്ക് വാങ്ങിച്ചു തരും. എന്നോട് നല്ല സ്നേഹവുമാണ്. ഇത് പിന്നെ മദ്യപാനം പോലൊക്കെ അങ്ങ് അഡിക്റ്റ് ആയിപ്പോയില്ലേ മാഡം, മാറ്റാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഏകദേശം
1 മാസത്തിന് മുമ്പാണ് മാഡം. ഭർത്താവും ആ 2 സുഹൃത്തുക്കളും ഞാനും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അമ്മയാണെങ്കിൽ കഴിച്ചിട്ട് അങ്ങ് പോയി കിടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 1 മണിക്കൂറോളം കഴിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. അവരുടെ കഥകളൊക്കെ ഞാൻ കേട്ടു. കുറച്ചൊക്കെ എനിക്ക് അത്ര ഇഷ്ടമല്ല, എന്നാലും ഞാൻ ചിരിച്ചു. ആ സമയത്ത് ഒരു സുഹൃത്ത് എൻ്റെ ഭർത്താവിനോട് കണ്ണുകൊണ്ട് എന്നോടെന്ത് ചോദിക്കാൻ പറഞ്ഞ പോലെ തോന്നി. ആ സമയത്ത് ഹസ്ബൻഡ് വേണ്ട, ശരിയാകില്ല എന്നുള്ള മട്ടിൽ പറഞ്ഞു. ഞാൻ ഈ കഥകൾ കാണുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ ചോദിക്കുന്നതെന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഒന്നുമില്ലടി, അവൻ ചില കാര്യങ്ങൾ ചോദിച്ചാണ്, നിനക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ അവനെ ഒന്ന് ഒതുക്കി വിട്ടതാണ്. ഇപ്പം നിന്നോട് ചോദിക്കാൻ പറയുകയാണ്. അതിന് കാരണം നീ കഥകളൊക്കെ ആസ്വദിച്ച് കേട്ട് ചിരിക്കുന്നില്ലേ, അതുകൊണ്ടാണെന്നും. ഞാൻ ചോദിച്ചു എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു, എടി പൊന്നൂസേ, നീ ഈ ഗ്രൂപ്പിൽ ചേരുന്നുവെന്നാണ് അവൻ ചോദിക്കുന്നതെന്ന്. ഹസ്ബൻഡ് എന്നെ പൊന്നൂസ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞത് പോ മനുഷ്യ, എനിക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലൊന്നും ചേരാൻ വയ്യ, നിങ്ങൾ തലകുത്തി നിൽക്കും എന്തെങ്കിലും ചെയ്യും. 8ഉം 10ഉം പേരുള്ളൊരു ഗ്രൂപ്പ്, അതിലേക്ക് ഞാൻ വന്ന ഫേഷായ കാര്യങ്ങളും ഞാൻ എന്തുമെല്ലാം യന്ത്രപ്പാവയിലാണോ, എനിക്ക് പറ്റില്ല. അതിന് മാത്രം എല്ലാം കുഴപ്പമുള്ള പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞാൽ നടക്കും. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ചിരിച്ചു, എൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നൂസേ, ഞങ്ങളൊരു കാര്യം പറയട്ടെ. പൊന്നൂസേ, അവിടെ വരുന്നവരൊക്കെ എല്ലാം കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളൊന്നുമല്ല, എല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ല, ആദ്യമായിട്ട് ഇതൊക്കെ അറിയാൻ വരുന്ന പെണ്ണുങ്ങളുമുണ്ട്. ഷൂ, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, അങ്ങനെ ചിന്തിക്കരുത്, ഒന്ന് ആലോചിച്ച് നോക്കി. ഭർത്താവ് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അപ്പോൾ അംഗീകരിച്ച് ഭർത്താവിൻ്റെ കൂടെ നിൽക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ലാഭം? പൊന്നൂസിന് ഈ കാഴ്ചകളൊക്കെ കാണാം. അവിടെ എല്ലായ്പ്പോഴും തരികിട മേളമൊന്നുമല്ല, ഗെയിംസ് ഉണ്ട്, പാട്ടുണ്ട്, പിന്നെ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമുണ്ട്. ചില പെൺകുട്ടികളൊക്കെ വന്ന് പറഞ്ഞത് 8ഉം 10ഉം പേരുള്ള ആ ഗ്രൂപ്പിലേക്ക് വന്നത് ഭാഗ്യമാണെന്നാണ്. ഇത്രയും നല്ല തടിമാടന്മാരായ സൗന്ദര്യമുള്ള ആണുങ്ങളെ കിട്ടുക എന്ന് പറഞ്ഞത് അവർക്ക് കിട്ടുന്ന മുജ്ജമ്മ സുഹൃതമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിന്നെ എനിക്ക് അവളുമാരെ പെണ്ണൊന്നും പറ്റില്ല, അവളുമാരൊക്കെ തലകുത്തി നടക്കുന്ന പെണ്ണുങ്ങളാണ്, എനിക്ക് പറ്റില്ല, ഞാൻ അത്രക്കാരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചിരിച്ചോട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇവൾ ഈ മറുപടിയെ പറയുകയുള്ളൂ, അതുകൊണ്ട് ഇവളെ ആ കൂട്ടത്തിൽ ചേർക്കാൻ നോക്കേ വേണ്ട, ഇവൾക്ക് പേടിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പേടിയായിട്ടില്ല, എനിക്കിങ്ങനെ 10 പേരുടെ മുന്നേ കിടന്ന് കൂത്താടാനൊന്നും പറ്റില്ല. എന്തായത്, എന്നാൽ പിന്നെ കൂടാരം കിട്ടി 10 കാഴ്ചക്കാരെ വിളിച്ച് സർക്കസ് ഒക്കെ നടത്തിയാൽ പോരെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴേക്കും അവർ ചുമ്മാ ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ കൂടെ പറ്റില്ലേ എന്ന് പറഞ്ഞ് ഞാൻ റൂമിലേക്ക് വന്നു കേട്ടോ. ഇതൊക്കെ അവർക്ക് എന്നോട് തുറന്നു ചോദിക്കാൻ സാഹചര്യമുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ മുഖം വെറുപ്പിക്കണ്ട, അവർ തുറന്നു ചോദിച്ചെന്നേ ഉള്ളൂ, നമ്മൾക്കിടയിൽ അങ്ങനെ ചോദിക്കാൻ പറ്റുമല്ലോ, നിനക്കിഷ്ടമില്ലെങ്കിൽ വേണ്ട. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്ക് ഞാൻ ഒരു അവസരം ഉണ്ടാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു, വേണ്ട, കാണാനാണോ, എനിക്ക് വേണ്ട എന്നൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ തോക്കിനകത്ത് കയറിയിരുന്ന് വെടിവെക്കരുത്, ഞാൻ സമാധാനമായിട്ടൊരു കാര്യം പറയാം. ഇവിടെ ഇപ്പോൾ അവർ 2 പേരുമുണ്ട്, അവരെ നിനക്ക് കുറേ നാളായിട്ട് അറിയാം. അവർക്ക് 2 പേർക്കും നിന്നോട് നല്ല താല്പര്യമുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും കൂടി നിന്നെ അടുത്തൊന്ന് കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. നിങ്ങളെന്താ പറഞ്ഞത്? എടി, ഇന്ന് നമുക്ക് വെറൈറ്റി ആകാം. അവർ 2 പേരും നിനക്ക് പ്രിയപ്പെട്ടവരല്ലേ, എനിക്ക് പ്രിയപ്പെട്ടവരാണ്, എന്നെപ്പോൾ തന്നെയുള്ളൂ അവരും. എനിക്ക് അവരെ വിട്ടിട്ടൊരു ജീവിതമില്ല. മറ്റ് 15ഓ 20ഓ സുഹൃത്തുക്കളെ വേണമെങ്കിൽ ഞാൻ വേണ്ടെന്ന് വെക്കാം, പക്ഷേ ഇവർ 2 പേരെയും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എന്നെപ്പോലെ തന്നെ നീ അവരെയും കാണുക. നീ 10 പേരുടെ കൂടെയും വരണ്ട, 8 പേരുടെ മുന്നിലും വരണ്ട, ഗ്രൂപ്പിലും വരണ്ട, ഒന്നും വരണ്ട. പക്ഷേ ഞങ്ങൾ 3 പേരുമുള്ള മുറിയിൽ നിനക്ക് കംഫർട്ടബിളായിട്ട് ഡൈനിങ് ടേബിൾ ഇരുന്ന പോലെ ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ശരിയാകില്ല, വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, അവർ എന്നെപ്പോലെ തന്നെയുള്ളൂ, നമുക്ക് ഈ 3 പേരിൽ ഒതുക്കാം. നീ ഒന്ന് നോക്ക്, ഇവിടെ നിനക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാണെങ്കിൽ മാത്രം ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ വന്ന് കാണാം. നീ പഴഞ്ചൻ കൺസെപ്റ്റൊക്കെ ഒന്ന് എടുത്തു കളയൂ. ഇത്രയും സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യണ്ടേ? നിന്നോട് അവർക്കുള്ള സ്നേഹം കൂടുകയുള്ളൂ, എനിക്കുള്ള സ്നേഹം കൂടുകയുള്ളൂ. ഒരു പ്രശ്നമില്ല മോളെ, ഇന്ന് നീ വാ, നമുക്ക് പിണക്കം തീർത്ത് 4 പേർക്കും കൂടെ ഈ വീട്ടിൽ ഒരു നവയുഗം തന്നെ സൃഷ്ടിക്കാം. അവർ ഇനിയാണെങ്കിൽ ഇവിടെ നിന്ന് താമസിക്കും. അപ്പോൾ പിന്നെ എന്തിനാണ് വെച്ച് താമസിപ്പിക്കുന്നത്? ഇത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു അനുഭവമാക്കാമെന്ന് പറഞ്ഞു. 1/2 മണിക്കൂറോളം എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് എന്തോ ഭർത്താവിനെ അനുസരിക്കണം തോന്നി. അങ്ങനെയാണ് ഭർത്താവ് എന്നെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് മോടി പിടിപ്പിച്ച് സെൻറ്റൊക്കെ അടിച്ച് പൂശി അവരുടെ മുറിയിലേക്ക് കൊണ്ടുപോയത്. അവർ ചോദിച്ചു, പൊന്നൂസ് എല്ലാത്തിനും സമ്മതിച്ചോന്ന്. ഹസ്ബൻഡ് പറഞ്ഞു, പൊന്നൂസിനൊന്നും ഇഷ്ടമല്ല. ഞാൻ പിന്നെ പറഞ്ഞപ്പോൾ പൊന്നൂസ് നിങ്ങളെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അടുത്ത് വന്നത്. ഒരു കാര്യം ഞാൻ പറയാം, പൊന്നൂസിനെ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തരുത്. പൊന്നൂസിനെ നിങ്ങൾ അകമഴിഞ്ഞ് സ്നേഹിക്കണമെന്ന് പറഞ്ഞു. അവർ 2 പേരും പറഞ്ഞു, പൊന്നൂസ് ഞങ്ങളുടെ
കാമിനി ദേവതയാണ്. ഇന്ന് പൂമുഖ കിളിവാതിൽ അടയ്ക്കില്ല, കാമിനി നിന്നെ ഞാൻ ഉറക്കുകയില്ല എന്നുള്ള പാട്ട് മൂളിക്കൊണ്ടാണ് മുത്തങ്ങളുടെ മഹാസംസ്ഥാന സമ്മേളനം നടന്ന പോലാണ് എനിക്ക് ആദ്യമേ തോന്നിയത്. അവിടെ എനിക്ക് ശബ്ദിക്കാനുള്ള അവസരം പോലും കിട്ടിയില്ല. എൻ്റെ ഹസ്ബൻഡാണ് രണ്ടു പേർക്കും അധ്യക്ഷ പദവി അലങ്കരിച്ചത്. അതോടുകൂടി അവർ ആശംസാവാചകവുമായി കത്തിക്കയറുകയായിരുന്നു. ഞാൻ ഒരു തീക്കടൽ തുള്ളുന്ന പോലെ തുള്ളിക്കൊണ്ടിരുന്നു. ഒരു തിര വന്നതിൻ്റെ മേലെ മറ്റൊരു തിര ആഞ്ഞടിക്കുകയായിരുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ആദ്യമുണ്ടായിരുന്ന എല്ലാ അനിഷ്ടങ്ങളും എനിക്ക് മാറിപ്പോയി. ഞാൻ ഒരേ സമയം അനുഭവിക്കുന്നത് 3 പുരുഷന്മാരുടെ അളവില്ലാത്ത സ്നേഹക്കടലാഴമാണ്. അതിൽ തോണി തുഴഞ്ഞു പോകുമ്പോൾ ഞാൻ ഓർത്തു, ഞാനിതിൽ ടൈറ്റാനിക് പോലും കൊണ്ടുപോകാൻ മിടുക്കിയാണെന്ന്. 3 പേരെയും ആവാഹിച്ചെടുക്കാൻ എനിക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് മനസ്സിലായി എന്തിനാണ് ഗ്രൂപ്പിൻ്റെ കൂടെ പെണ്ണുങ്ങൾ തുനിഞ്ഞിറങ്ങുന്നതെന്ന്. അവർക്ക് കിട്ടുന്ന സ്നേഹം അത് എത്ര കൂടുതലാണെങ്കിലും സ്ത്രീകൾക്ക് നേടിയെടുക്കാൻ പറ്റും. അവർക്കത് അനുഭവിച്ചറിയാൻ പറ്റും, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റും. അവരെയൊക്കെ വില കുറച്ച് കണ്ടത് വളരെ തെറ്റാണെന്ന് എനിക്ക് തോന്നിപ്പോയി മാഡം. ഇപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും ഞങ്ങൾ 4 പേരും ഇവിടെ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ സംസ്ഥാന സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാഡം. എനിക്കത് ഒത്തിരി ഇഷ്ടമാണ്. ഇനി ധൈര്യപൂർവ്വം അവരുടെ ഗ്രൂപ്പിൽ പോകാനാണ് എൻ്റെ പ്ലാൻ. പേടിച്ച് ഒത്തിരി സ്വയം നിയന്ത്രിച്ചിരുന്ന എൻ്റെ മനസ്സ് പെട്ടെന്നെങ്ങനെ ഇങ്ങനെ മാറിയെന്നറിയില്ല മാഡം. ഇപ്പോൾ എനിക്കിതിൽ ഒത്തിരി താല്പര്യമാണ്. എന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ സദാചാര ചിന്തകളൊക്കെ മാറിയിട്ട് ഞാൻ ഒരു കാര്യത്തിന് അഡിക്റ്റായി പോകുന്നത്? മാഡത്തിന് ഈ സിറ്റുവേഷൻ വിശദീകരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നല്ലൊരു സ്ത്രീയായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഇതിലൊക്കെ രസം കണ്ടെത്തി എല്ലാത്തിലും ജെല്ലായത് എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളിപ്പോൾ നല്ലവരായി ജീവിക്കണം, സദാചാരമുണ്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കും. പക്ഷേ നമ്മളൊരു വിവാഹ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾക്ക് സദാചാരമോ അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കാനോ ആരുമില്ലാതാകുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി പ്രോത്സാഹനം കിട്ടുന്ന ഒരവസരത്തിൽ, അല്ലെങ്കിൽ രസങ്ങൾ മാത്രം കിട്ടുന്നൊരവസരത്തിൽ നമ്മൾ എല്ലാവരും ലഹരി പോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലേക്കും വഴുതി വീഴാം. ഒരു നിയന്ത്രണങ്ങളും ഇല്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് അഡിക്റ്റായി പോകുന്നതിനെ അല്ലെങ്കിൽ ഇതിൽ രസം കണ്ടെത്തുന്നതിനെ എന്ത് പറയാനാണ്? ഒന്നും പറയാൻ പറ്റില്ല. ഏത് കാര്യമാണെങ്കിലും അങ്ങനെയാണ്. നമ്മൾക്ക് ഒരു നിയന്ത്രണവും ഇല്ലാത്തൊരു മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളോട് നമുക്ക് താല്പര്യം തോന്നും, ആസ്വദിക്കാൻ പറ്റും. പിന്നെ അവിടെ ആരും നമ്മളെ നിർബന്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അവിടെ നമുക്കിഷ്ടമുള്ളതുപോലെ എന്ത് വേണമെങ്കിലും കാണിക്കാം. അതിൽ നിന്ന് രസങ്ങൾ മാത്രമേ ഉള്ളപ്പോൾ അവിടെ സദാചാരത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള പറഞ്ഞ നിയന്ത്രണത്തിനോ അല്ലെങ്കിൽ സമൂഹം പറഞ്ഞതിനോ ഒന്നും ആലോചിക്കില്ല. അപ്പോൾ ആ ഒരു ചിന്തയെ പോകും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ കൺട്രോൾ ഇല്ലാതെ ഒത്തിരി പാർട്ട്നേഴ്സ് ഉള്ളപ്പോൾ പല രോഗങ്ങളും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഏറ്റവും വലിയ റിസ്ക്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തറിഞ്ഞാൽ നിങ്ങൾ മാനേജ് ചെയ്യുമായിരിക്കാം. പക്ഷേ ഇതൊരു റിസ്ക് ആണ്. അതിന് വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ടാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അത് നിങ്ങളുടെ ഇഷ്ടം. പൊതുവെ ഈ കഥയിലുള്ള കണ്ടന്റിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. എന്നാലും നിങ്ങൾ റിസ്ക് ഉള്ള കാര്യങ്ങളിൽ റിസ്ക് ഒഴിവാക്കാൻ നോക്കുക.